ബ്രെഡും മുട്ടയും വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പോളയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 6 പീസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ 5 മുട്ടയാണ് വേണ്ടത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളം നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർക്കാം. പിന്നെ ഒരു മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട മുഴുവനായിട്ടും 4 മുട്ടയുടെ വെള്ളയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നെയ്യ് തടവിയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ ആവിച്ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് 4 മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ആവി കയറ്റാൻ വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് ടൂത്ത് പിക്കോ മറ്റോ കുത്തി നോക്കിയാൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് പുറത്തെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറു ചൂടോടെ വേണമെങ്കിൽ കഴിക്കാൻ, തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പോളയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.